ദൈവനാമമായി ദൈവസഭയും പരിശുദ്ധാത്മാവും എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മാവും ദൈവസഭയും എന്ന വിഷയം. ദൈവസഭ സ്വയം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കും. ദൈവസഭ ദൈവത്തിന് വിധേയപ്പെട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവമാണ് പ്രധാന പ്രവർത്തകൻ. നമ്മൾ ദൈവത്തോട് സഹകരിക്കുക. ദൈവത്തോടുള്ള സഹകരണമാണ്, കോപ്പറേഷൻ ആണ് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ ഒരു പ്രയോഗം ഓപ്പറേഷൻ ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവത്തിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഈ സഭ എന്ന് പറയുന്നത്. നമ്മളുടെ സഹകരണത്തെക്കുറിച്ച് കോപ്പറേഷൻ ഓഫ് ദ ചർച്ച് എന്ന് പറയും. അപ്പോൾ ഓപ്പറേഷൻ ആൻഡ് കോപ്പറേഷൻ അത് ഒന്നിച്ചു പോവുകയാണ്. ദൈവസഭയുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള മനോഭാവമാണ്, വിധേയത്വമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരു വീട്ടമ്മ സൂചിയിൽ നൂല് ഓർക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായി. ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. ആ സൂചി കയ്യിലിരുന്ന് അങ്ങനെ തിരികെയാണെന്നിരിക്കട്ടെ, തിരിഞ്ഞാൽ എത്ര മിടുക്കനാണെങ്കിലും ആ നൂല് പോകാൻ സാധിക്കും. ശാന്തമായി കൊടുത്താണ്. അപ്പം പ്രവർത്തനം വീക്ഷിക്കണം. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവം സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തു. ഈ ദൈവസഭയിൽ ദൈവം നൽകിയിരിക്കുന്ന വരദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ഓർക്കാത്ത കാര്യമാണ്. പൗലോസ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറയാം. അതിൻ്റെ തുടക്കം ദൈവിക തൃത്വത്തെ പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചാണ്. എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ എന്ന് പറയും. ഡൈവേഴ്സിറ്റീസ് ഓഫ് ഗിഫ്റ്റ്സ് എന്ന് അവിടെ പറയും. വ്യത്യസ്തമായ കൃപാവരങ്ങളുണ്ട്, വരദാനങ്ങളുണ്ട്. ആത്മാവെന്നത്രേ. രണ്ടാമത് എന്താണ് പറയുന്നത്? ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ഡൈവേഴ്സിറ്റീസ് ഓഫ് മിനിസ്ട്രീസ്. കർത്താവ് ഒരുവൻ എന്ന് അവിടെ പറയും. അപ്പോൾ ആത്മാവും കർത്താവുമായി ആത്മാവിനെ വരദാനത്തോടും ശുശ്രൂഷകളെ കർത്താവിനോടും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമത് വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം. അത് നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ വീര്യപ്രവൃത്തികളെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക.
ഇത് നമ്മൾ സാധാരണ ഓർക്കരുത്. നമ്മളുടെ ദാനങ്ങൾ എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ വരദാനങ്ങളെ പരിശുദ്ധാത്മാവിനോടും ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെ ക്രിസ്തുവിനോടും വീര്യപ്രവൃത്തികളെ ദൈവത്തോടും ബന്ധപ്പെടുത്തിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ ദാനങ്ങൾ, ആത്മദാനങ്ങൾ, വരദാനങ്ങൾ, അത് പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യാണ്. ശുശ്രൂഷയുടെയും ശുശ്രൂഷകന്മാരെയും ക്രിസ്തു കൈകാര്യം ചെയ്യാണ്. വീര്യപ്രവൃത്തികളെ ദൈവം കൈകാര്യം ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ വകുപ്പായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഓരോ ഡിപ്പാർട്ട്മെന്റായി മനസ്സിലാക്കിയാൽ മതി. ഒരു മന്ത്രിസഭയിൽ ഓരോരുത്തർ വ്യത്യസ്തമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പോലെ ദൈവം തന്റെ രാജ്യത്തിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അവരവർ കൈകാര്യം ചെയ്യും. ഇവിടെ വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ മിറക്കിൾസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മിറക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് വേണേൽ ന്യായമായി ചോദിക്കും. ഒരു മിറക്കിൾ, വാട്ട് ഈസ് എ മിറക്കിൾ? മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ലോകത്തിലുള്ള ദൈവത്തിന്റെ ഇന്റർവെൻഷനാണ്, ഇടപെടലാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ഇന്റർവെയിൻ ചെയ്തപ്പോൾ അസാധ്യമായ ഒരു കാര്യം സാധ്യമായി തീർന്നു. 100ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. ചെങ്കടൽ മുമ്പിൽ കാണുമ്പോൾ ദൈവം ചെങ്കടലിനെ വിഭജിച്ചു. അപ്പൊ ചെങ്കടലിന്റെ വിഭജനത്തിൽ ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അപ്പോൾ അസാധ്യമായ ഒന്ന് സാധ്യമായി. ഇത് എപ്പോഴും ചെയ്യാറില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെങ്കടൽ വിഭജിക്കപ്പെടുന്നത്. പിന്നീട് വിഭജിക്കപ്പെട്ടതായി നമ്മൾ വായിക്കുന്നില്ല. സോ ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ അതൊരു കോമൺ ലോ ആയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിനും ഒരു സാധാരണ സഭയ്ക്കും എന്നും ഈ വീര്യപ്രവൃത്തികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവർക്കും അബ്രഹാമിനെ പോലെ മകനെ കൊടുക്കാനുള്ളതല്ല ദൈവത്തിന്റെ പ്ലാൻ. അതൊരു നാച്ചുറൽ ലോ ഉണ്ട്. ആ ലോ അനുസരിച്ച് മകൻ അല്ലെങ്കിൽ മകൾ ജനിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ. അത് നടക്കാത്ത സ്ഥലങ്ങളിൽ ദൈവം ചെയ്യുന്നു, ഇന്റർവെയിൻ ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഏലിയാവിന് ദൈവം കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുത്തു. അത് ഏലിയാവിന്റെ ജീവിതത്തിൽ തന്നെ പിന്നീട് ആവർത്തിച്ചതായി നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ അത് ദൈവത്തിന് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ ചോദിച്ചാൽ കഴിയാഞ്ഞിട്ടല്ല. ഒരു നാച്ചുറൽ ലോ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും വേണ്ടി ലോകത്തിൽ വെച്ചിട്ടുണ്ട്. അതാണ് കോമൺ ലോ എന്ന് പറയുന്നത്. ആ കോമൺ ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും ഒരു അത്ഭുതമാണ്. ഒരു വൃക്ഷം തണുക്കുന്നതും പൂക്കുന്നതും അതിന് ഫലം കായ്ക്കുന്നതും അത് പഴുക്കുന്നതും എല്ലാം ആലോചിച്ചു നോക്കിയാൽ ഒരു അത്ഭുതമല്ലേ? ശിഷ്യമായിട്ടും അത്ഭുതം. ഒരു പശുവിൽ നിന്ന്, കറുത്ത പശുവിൽ നിന്ന് വെളുത്ത പാൽ നമുക്ക് ലഭിക്കുമ്പോൾ പച്ച നിറത്തിലുള്ള സസ്യാദികൾ പുല്ലും മറ്റും തിന്നതിന് ശേഷം ഈ കറുത്ത പശു വെളുത്ത പാൽ നൽകുമ്പോൾ അല്പം ഒന്ന് ആലോചിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ കാര്യമായിരിക്കുന്നു എന്ന് ലോകത്തിലൊരു സാധാരണ കാര്യമായിരിക്കുമ്പോൾ തന്നെ അതൊരു അത്ഭുതമാണ് മനസ്സിലാക്കുന്നത്.
ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കുടിക്കാനുള്ള പാൽ, സമീകൃതമായ ആഹാരം ആ അമ്മയിൽ ദൈവം സ്വരൂപിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കാളും മഹാത്ഭുതമായ ഒരു കാര്യം. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ കണ്ണടയ്ക്കുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ അത്ഭുതങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ വേണ്ടി നമ്മൾ ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ കുഞ്ഞ് പുഞ്ചിരിക്കുന്നത് പോലും ഒരു അത്ഭുതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിനുള്ള ഹൃദയവും മനസ്സും നമുക്ക് ആവശ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ, മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപാടുകളാണ് ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാധാരണ മനുഷ്യന് വേണ്ടിയുള്ളതായ ദൈവം വെച്ചിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് നാച്ചുറൽ ലോ ആണ്. അത് വർക്ക് ചെയ്യാത്ത ഇടങ്ങളിൽ ദൈവം ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ ലോ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. രണ്ടു അത്ഭുതമായി എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടു അത്ഭുതമാണ്. ഒരു യുവ ദമ്പതികൾക്ക് 25-ാമത്തെ വയസ്സിൽ ഒരു ആണോ പെണ്ണോ ജനിക്കുന്നതും അബ്രഹാമിന് സാറയ്ക്കും 100-90 ഒരു കുട്ടി ജനിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും അത്ഭുതങ്ങൾ തന്നെയാണ്. വൈകി മറ്റേതോ നേരത്തെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒന്നൊരു നാച്ചുറൽ ലോ ആയി നടക്കുന്നു, മറ്റേത് ലോയ്ക്ക് വിധേയപ്പെട്ട് നടക്കുന്നു. മറ്റേതൊരു നാച്ചുറൽ ലോ ഫംഗ്ഷൻ ചെയ്യാവുന്നപ്പോൾ സൂപ്പർ നാച്ചുറൽ ലോ അവിടെ ചെയ്യുന്നു. അത്ഭുതങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. ദൈവം ഉള്ളിടത്തോളം അത്ഭുതങ്ങൾ നടക്കും. ദൈവം ഇല്ലാതിരിക്കുന്ന ഒരു കാലയളവ് ഇല്ലത്. അത്ഭുതങ്ങൾ ഇന്നും നടക്കാം, പക്ഷേ എന്നും പ്രതീക്ഷിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. കാരണം അങ്ങനെ ഒരു ലോ ദൈവത്തിനില്ല. അത് സൂപ്പർ നാച്ചുറലായി ദൈവം പ്രവർത്തിക്കുന്നത് തീരുമാനിക്കുന്ന ദൈവം തന്നെയാണ്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി ഒരു ആദ്യ വായുവിലുള്ള ആദ്യ യാത്ര അദ്ദേഹമായിരിക്കും ഒരു ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടത്തിയത്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട്, ഹനോക്കും എടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഭൂമിയിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ആദ്യ യാത്ര, കാരണം 10-20 മൈലുണ്ട്, ആ യാത്ര ചെയ്തത് ഫിലിപ്പാണ്. ഞാൻ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുക, പുരുഷരൊക്കെ കഴിഞ്ഞിരിക്കുക. എനിക്ക് എയർപോർട്ടിൽ പോകുന്നൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ദൈവം എന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കേണ്ടി വരും. കാരണം ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, ഓൾറെഡി അങ്ങനെ ഒരു നാച്ചുറൽ ലോ അനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നോ എന്ന് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിന് പോകാനുള്ള ആരോഗ്യം നിനക്കൊണ്ട് ഉപ്പോ എന്ന് പറയും. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അല്ലാതെ എന്നും അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശരാകാനുള്ള സാധ്യത ഉണ്ട്. എനിക്ക് അങ്ങനെ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തതിൽ നിരാശമില്ല. കാരണം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവത്തെയും പ്രവർത്തിക്കും. അപ്പോൾ മിറക്കിൾസ് അഥവാ വീര്യപ്രവർത്തികൾ ദൈവത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ശുശ്രൂഷകളെ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ എഫേസ്യർ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് സാധാരണ നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. 4-ാമത്തെ വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? അതിന് തൊട്ടുമുകളിൽ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവാണെന്ന് അവിടെ വ്യക്തമാണ്. അവൻ സ്വർഗത്തിലേക്ക് കയറി 68-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയും ഉദ്ധരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അവൻ.
യേശുക്രിസ്തുവാണ് സഭയിൽ എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷകന്മാരെ നിയമിച്ചിരിക്കുന്നത്. 5 കാറ്റഗറി അടങ്ങുന്ന ശുശ്രൂഷകന്മാർ. അതിന്റെ ക്രമം നമ്മൾ വായിച്ചു നോക്കിയാൽ ആദ്യ അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് സുവിശേഷകന്മാർ, നാലാമത് ഇടയന്മാരും ഉപദേഷ്ടകന്മാരുമാണ്. ഞാൻ ഇടയന്മാരെ ഉപദേഷ്ടകന്മാരെ ഒന്നിച്ച് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചിലരെ എന്നുള്ളതായ പ്രയോഗം അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ചിലരെ എന്നുള്ള പ്രയോഗം തൊട്ട് മുമ്പിൽ പറയുന്നത്. ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുക. അവർ വാസ്തവത്തിൽ തുല്യ നിലയിലുള്ള ശുശ്രൂഷകന്മാർ. ദൈവസഭയിൽ ഇങ്ങനെ 5 കാറ്റഗറി അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 4 വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഈ 5 കാറ്റഗറിയെ ദൈവം യേശുക്രിസ്തുവാണ് സഭയിൽ നിയമിച്ചിരിക്കുന്നത്. നിയമിച്ചവരെ വേർതിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കൈവപ്പ് ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നിയമനം. ക്രിസ്തു നിയമിക്കാത്തവരെ ആര് എത്ര പ്രാവശ്യം നിയമിച്ചാലും വലിയ പ്രയോജനമൊന്നുമില്ല. അവരെ ശുശ്രൂഷകന്മാരാക്കി. അവിടെ ഈ ബൈബിൾ സ്കൂളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷകന്മാരെ നിയമിക്കാൻ വേണ്ടിയല്ല, നിയമിച്ച ശുശ്രൂഷകന്മാരെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് നൽകാൻ വേണ്ടിയാണ്. നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരും നിയമിക്കപ്പെടാത്ത ശുശ്രൂഷകന്മാരും ഉണ്ട്. അത് ശുശ്രൂഷകളിൽ കൂടെ ആണ് വെളിപ്പെടുന്നത്. ഒരാളുടെ ശുശ്രൂഷ വെളിപ്പെടുന്നത്, നിയമനം വെളിപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷയിൽ കൂടിയാണ്. ദൈവം ഈ 5 കൂട്ടരെ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ എന്നീ 5 കൂട്ടരെ സഭയിൽ നിയമിച്ചിരിക്കുകയാണ്. സഭയെ നമ്മുടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 2 എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു ഡിവിഷനാണ്. ഒന്ന് ആന്തർദേശീയ ടോട്ടൽ ആകമാന സഭ എന്ന് പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ച് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ യൂണിവേഴ്സൽ ചർച്ചിന് ആവശ്യമായ ശുശ്രൂഷകന്മാർ ആരാണെന്ന് ദൈവത്തിന് അറിയാം. അവരാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ. അവർ ഒരു സ്ഥലത്ത് തന്നെ തമ്പടിച്ച് ആയുഷ്കാലം മുഴുവൻ ഒരു സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കുന്നവരല്ല. അവര് സഞ്ചാര സുവിശേഷകരാണ്. ഇന്നിവിടെ കാണാമെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പ്രൊവിൻസിലായിരിക്കും അവരെ കാണുന്നത്. ഇന്ന് ഈ രാജ്യത്ത് കാണാമെങ്കിൽ മറ്റൊരു രാജ്യത്തായിരിക്കും അവരെ കാണുന്നത്. യാത്രാ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ട് ഒക്കെ എടുത്തു പോകുന്ന എല്ലാവരും ഇങ്ങനെ നിയമനം പ്രാപിച്ച അന്തർദേശീയ സഭയുടെ, ആകമാന സഭയുടെ ശുശ്രൂഷകന്മാരെന്ന് കരുതേണ്ട ആവശ്യമില്ല. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്, അല്ലാത്തവരുണ്ട്. അവര് എല്ലാ ലോക്കൽ സഭയ്ക്കും പ്രയോജനപ്പെടുന്നവരാണ് എന്ന് മാത്രമല്ല, എല്ലാ ലോക്കൽ സഭയുടെയും ആരംഭം അവരിലൂടെ ആയിരിക്കും. അങ്ങനെ അവരെ തിരിച്ചറിയുന്നത്. അപ്പൊ ഒരു അപ്പോസ്തലൻ, ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുമാണെന്ന് വിചാരിക്കരുത്. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് എത്തുന്നവരാണെന്ന് വിചാരിക്കരുത്. അവരെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ, ലോക്കൽ സഭയിൽ ഇടയ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതല്ല, ലോക്കൽ സഭയുടെ സ്ഥാപനമാണ്. സ്ഥാപിച്ച സഭകളിൽ ഇങ്ങനെ സന്ദർശിച്ചു പോകുന്നവരെ സന്ദർശകരെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരില്ലാതെ ദൈവസഭയുടെ ഫംഗ്ഷൻ, ദൈവസഭയുടെ വളർച്ച ഉണ്ടാകത്തില്ല. അതിനാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ. എന്നാൽ ഇടയന്മാരും ഉപദേഷ്ടകന്മാരും ലോക്കൽ സഭയിലെ, പ്രാദേശിക സഭയിൽ ദൈവം വെച്ചിരിക്കുന്നവരാണ്. ഞങ്ങളെ ഒരു സ്ഥലത്ത് അവരെ സ്ഥിരം താമസിക്കുക, അവിടെ നിന്ന് പ്രവർത്തിക്കുക. ദൈവസഭ എതിരെയാണ് മച്ചൂരിറ്റിയിലേക്ക് നടത്തുക. ദൈവസഭയെ ഒരു ആത്മീയ പക്വതയിലേക്ക് നടത്താൻ വേണ്ടിയാണ് വാസ്തവത്തിൽ സഭാ ശുശ്രൂഷകന്മാരെന്ന് അറിയപ്പെടുന്ന ഇടയന്മാരെയും ഉപദേഷ്ടകന്മാരെയും നിയമിച്ചിരിക്കുന്നത്.
അപ്പൊ ദൈവസഭയുടെ ജന്മത്തിന് വേണ്ടി ആദ്യത്തെ 3 കൂട്ടരെയും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി രണ്ടാമത്തെ 2 കൂട്ടരെയും ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും സഭ വളർന്നുകൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവം. ജനിച്ചാൽ മാത്രം പോലെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ പ്രാകൃതനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വീണ്ടും ജനനമില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും സുവിശേഷന്മാരുടെയും പ്രവർത്തന ഫലമായി വീണ്ടും ജനിച്ച് വേറൊരു കൂട്ടരുമുണ്ട്. ആ വീണ്ടും ജനിച്ചവരാണ് സഭയിലുള്ളവര്. അവരിൽ തന്നെ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ക്രിസ്തുവിൽ ശിഷ്യകളായിരിക്കുന്ന കാർണൽ, രണ്ടാമത്തത് ക്രിസ്തുവിൽ വളർന്ന് പക്വതയിലെത്തുന്ന പക്വത പ്രാപിച്ച സ്പിരിച്വൽ. അപ്പൊ ദൈവസഭയിൽ ഇങ്ങനെ 2 കൂട്ടരുണ്ടെന്ന് പറഞ്ഞാൽ ആ 2 കൂട്ടരായിരിക്കുന്നതിൽ ദൈവത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. ദൈവസഭയുടെ ശുശ്രൂഷകന്മാരെ ഇടയന്മാരെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. വളരാതിരിക്കുന്ന അവരോട് കുഴപ്പമാണ്. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വചനം കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഹകരിക്കാത്തവർക്ക് വളരാൻ കഴിയില്ല. സഹകരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരാനായിട്ട് സാധിക്കും. അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് പോലെ, ആഹാരം കൊടുക്കുന്ന പോലെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ, കുടിക്കുന്നില്ലെങ്കിൽ വളരാൻ കഴിയില്ല. അപ്പോൾ ഒരു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയ്ക്കുള്ള പ്രധാന ഘടകം എന്നാണ് ചോദിച്ചാൽ ആഹാരമാണ്. ആഹാരം. അപ്പോൾ ആഹാരം എന്ന് പറയുന്നത് ബൈബിളാണ്. ഏത് സഭയിൽ പോകണം എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് സഭയിലാണ് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ കൊടുക്കുന്ന മറുപടി നിങ്ങൾക്ക് ഏത് സഭയിലും പോകാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ പോകുന്ന സഭ ദൈവവചനം കറയില്ലാതെ കൃത്യമായി പഠിപ്പിക്കുന്ന സഭയായിരിക്കണം എന്നൊരു ക്ലോസ് കൂടെ ചേർക്കണം. ദൈവവചനം പഠിപ്പിക്കാത്തതായ ഒരു തരത്തിൽ ഒരാൾക്ക് വളരാനേ കഴിയില്ല. നമുക്ക് ഈ സഭയിലുള്ളതായ ബൈബിൾ സ്റ്റഡി ചർച്ചയുള്ള എല്ലാവരും സംബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഒരു പ്രസംഗത്തെക്കാളും ഒരു ക്ലാസ് എപ്പോഴും എന്ത് ചെയ്യും? ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ തലയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയും അതിലൂടെ നമുക്ക് വളരുകയും ചെയ്യാനായിട്ട് സാധിക്കും. പ്രസംഗത്തിന് ഒരു പരിധി വരെ ചെയ്യാൻ സാധിക്കും. സോ ആത്മീയ വളർച്ച നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു ബാഡ് സിംറ്റമാണ്. ഉണ്ടെങ്കിൽ അതൊരു നല്ല ഗുഡ് സിംറ്റമാണ്. വളർന്നുകൊണ്ടിരിക്കുക, ഇന്നലത്തേക്കാൾ ഇന്ന് അല്പം കൂടെ വളരുക. നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് നിന്നിട്ട് നടന്നു നോക്കിയിട്ട് തെറ്റായെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായി. തോളോളമായി ചെവിയോളമായി ചിലപ്പോൾ നമ്മളെക്കാളും അവർ വളരാം. അതെല്ലാം കാണുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. യേശുക്രിസ്തുവിന്റെ സഭയിൽ നമ്മൾ ജനിച്ചവരാണ്. നാം വളർന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. നമ്മൾ വളർന്ന് ക്രിസ്തുവിനേക്കാൾ ഉയരത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ക്രിസ്തുവോളം വളരാൻ കഴിയും. അതിനുവേണ്ടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഓരോരോ ശുശ്രൂഷകൾ ദൈവം സഭയിൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരെയും ദൈവം സഭയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനുള്ളതായ മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്രിസ്തുവിനുള്ളതായ പക്വത എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ക്രിസ്ത്യൻ മച്യൂരിറ്റി എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യൻ മച്യൂരിറ്റി ഈസ് an ability to see things and persons in Christ's point of view എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് കോപ്പി അടിച്ചാണ്. അല്പം വിവരമുള്ള ആരോ ഒരു വേദശാസ്ത്രജ്ഞനായ ഒരാൾ എഴുതുകയാണ് ആ കാര്യം. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. Christian maturity is an ability to see things and persons in Christ's point of view. അത്ര മനോഹരമാണെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ആ ഡെഫിനിഷൻ. ക്രിസ്തീയ പക്വത എന്ന് പറയുന്ന ഒരു കഴിവാണ്, ഒരു എബിലിറ്റിയാണ്.
എന്തിനു വേണ്ടിയുള്ള എബിലിറ്റിയാണ്? വസ്തുതകളെയും വ്യക്തികളെയും ക്രിസ്തു കാണുന്നത് പോലെ കാണാനുള്ള എബിലിറ്റിയാണ്. നമ്മുടെ പരാജയം അവിടെയാണ്. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷവും ക്രിസ്തുവിൽ കൂടെ വസ്തുതകളെയും വ്യക്തികളെയും കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വസ്തുതകളെയും വ്യക്തികളെയും അബ്യൂസ് ചെയ്യുന്നത്. ക്രിസ്തു കണ്ടതുപോലെ വസ്തുതകളെയും വ്യക്തികളെയും കാണാൻ കഴിയുമ്പോൾ നമുക്ക് ഒന്നിനെയും ഒരുത്തരെയും അബ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. എത്ര നീചമാവിയെ പോലും യേശുക്രിസ്തു കണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയും മോശമായ ഒരു സാഹചര്യത്തെയും വസ്തുതയെയും യേശു കണ്ടത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, വിചാരത്തിൽ പിടിച്ചോണ്ട് വന്നതായ ഒരു സ്ത്രീയെ അന്നത്തെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള സകല റൈറ്റും ഉണ്ടായിരുന്നിട്ടും അതിനുള്ളതായ യോഗ്യത യേശുക്രിസ്തു ഉണ്ടായിരുന്നിട്ടും യേശുക്രിസ്തു ആ സ്ത്രീയെ സ്വതന്ത്രയായി അയച്ചു. വെറുതെ അയക്കല്ലായിരുന്നു. അവിടെ തിന്നപ്പം പിടുത്തം നിർത്തി ഒരു കാര്യം കൂടെ പറഞ്ഞു, അയാൾ പാപം ചെയ്തത് എന്ന് താക്കീത് കൂടെ. അപ്പോൾ സ്നേഹത്തിൽ താക്കീതുണ്ട്, ശാസനയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ ഓർപ്പിച്ചെന്നുള്ളത്. യേശുക്രിസ്തു ദാസന്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ആ സാഹചര്യത്തെ താൻ എങ്ങനെയാണ് കണ്ടത് എന്ന് നമുക്കറിയാം. ആ വസ്തുക്കളെയും സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും വ്യക്തികളെയും ഒക്കെ യേശുക്രിസ്തു കാണുന്നത് പോലെ കാണുന്ന ഒരു ഹൃദയം ദർശനം എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. പക്ഷെ ആ പ്രാർത്ഥനയുടെ കൂടെ വളരാനുള്ള വഴികളും നമ്മൾ സ്വീകരിക്കണം. സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഒരാളുടെ വളർച്ചയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആഹാരം ഒരു പ്രധാന ഘടകമാണ്, പാനീയം ഒരു പ്രധാന ഘടകമാണ്, ശുദ്ധവായു ഒരു പ്രധാന ഘടകമാണ്, വ്യായാമം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആത്മീയ വളർച്ച എന്ന് പറയുന്ന ആ സംഗതിയിൽ അതിങ്ങനെ തന്നെ വന്നോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒന്നും വരികയില്ല. അതിന് നമ്മൾ സഹകരിച്ച് ഭക്ഷിക്കണം, വചനം ഭക്ഷിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന പാനീയം നമ്മൾ കുടിച്ച് നിറയണം, ശുദ്ധമായുമാകുന്ന പ്രാർത്ഥന ജീവിതം നമ്മൾ കഴിക്കണം, അതുപോലെ ആത്മീയ സേവനമാകുന്ന എക്സസൈസ് നമ്മൾ ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഈ 4 കൂടാതെ ജീവിക്കാനേ സാധിക്കില്ല. എന്റെ ചെറുപ്പത്തിൽ എന്നെ സ്വാധീനിച്ച ചില മിഷണറി ദേവദാസന്മാരുണ്ട്. അതിൽ ഒരാളാണ് കാനഡയിൽ ഉണ്ടായിരുന്ന ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം എങ്ങനെയോ എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചു. അന്ന് ഓപ്പറേഷൻ മോബിലൈസേഷന്റെ കയ്യിൽ നിന്നാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഓസ്വാൾഡ് ജെ സ്മിത്ത് എഴുതിയിരിക്കുന്ന പുസ്തകം അന്നത്തെ എന്റെ അറിവിൽ വായിച്ച് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായ ഒരു പുസ്തകം. അദ്ദേഹം എഴുതിയിരുന്ന കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് ആധ്യാത്മികമായ വളർച്ച നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ശരിയാണ്, ദൈവം ശുശ്രൂഷന്മാരെ എല്ലാം സഭയ്ക്ക് ദാനം ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ ഓപ്പറേഷനിൽ ഒരു കോപ്പറേഷൻ ആവശ്യമാണ്. Where there is a cooperation, there is a cooperation എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിന്റെ ആ ഓപ്പറേഷനിൽ നമ്മൾ സഹകരിക്കുമ്പോൾ ദൈവവചനം വായിക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം ചെയ്യുക,
ശുദ്ധമാകുന്ന വായുവാകുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വസിച്ച് ജീവിക്കുക. ദൈവീയ സേവനമാകുന്ന സേവനത്തിലൂടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങളിലൂടെ, സേവനങ്ങളാകുന്ന എക്സർസൈസിലൂടെ നമ്മൾ സ്ട്രോങ് ആയി അവിടെ തൽക്കാലം വിടുകയാണ്. മൂന്നാമതായിട്ട് പറയുകയാണ്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാണ്. അപ്പോൾ ആത്മാവ് ഒന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നു, കർത്താവ് ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് ദൈവസഭയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവസഭയിൽ ചെയ്യുന്നു ഓപ്പറേറ്റ് ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വരദാനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇന്ന് സഭയിലുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. 9 വരങ്ങളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറെയും വരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു വേദഭാഗം മാത്രമല്ല, ഒന്നിലധികം വേദഭാഗങ്ങൾ നമുക്ക് തീരുമാനിക്കുന്നുണ്ട്. റോമലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഈ 1-12-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത്, ഈ ഭാഗമല്ല അതിന്റെ ഒടുവിലത്തെ ഭാഗത്തും കുറെ വരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ വരങ്ങൾ 9-ലധികം ഉണ്ട് എന്ന് ഒരാൾ കണ്ടെത്തിയാൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 വരങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഈ 9 വരങ്ങളുള്ളതായി ഈ ഭാഗം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അത് അന്ന് വായിപ്പിച്ച, കഴിഞ്ഞ ആഴ്ചയിൽ വായിപ്പിച്ച ആത്മഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സംഗതിയെ ഓർത്തുകൊണ്ടാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഫലങ്ങളോ എന്ന് പറയാ, ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ 9 ഫലങ്ങളെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ 9 വരങ്ങളും, അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ത്രിയേക ദൈവത്തിന്റെ 9 വരങ്ങളും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ആളത്വമാണ് ത്രിത്വം എന്ന് പറയുന്നത്. ആ ത്രിയേക ദൈവത്തിന്റെ 9 വരങ്ങളും 9 ദാനങ്ങളും, മിനിസ്ട്രീസ്, ഫങ്ഷൻസ്, ഇതെല്ലാം ചേർത്ത് 9 കാര്യങ്ങളും, പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളും കൂടെ നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. 2-9 ഓർത്തിരിക്കാൻ സൗകര്യമാണ്. കഴിഞ്ഞ ആഴ്ചയില് ഈ വരങ്ങളെയും ഫലങ്ങളെയും ഒരു വൃക്ഷത്തോടെ ഉപമിച്ച് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ഒരു ഇലസ്ട്രേഷൻ ആണെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. എന്നാൽ ഓർമ്മയിൽ ഇരിക്കാൻ കൊള്ളാവുന്ന ഒരു ഇലസ്ട്രേഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു ഇലസ്ട്രേഷൻ. ഒരു വൃക്ഷം അതിന് ഫലം കായ്ക്കണമെങ്കിൽ ഇലയില്ലാതെ അതിന് ഫലം കായ്ക്കാൻ സാധിക്കില്ല. അതിന് തടിയും ശാഖകളും മാത്രം പോരാ, ഇല ധാരാളം ആവശ്യമാണ്. അപ്പോൾ ഇലകൾ ഒരു വൃക്ഷത്തിന് ആവശ്യമായിരിക്കുന്ന പോലെ വരങ്ങൾ ഒരു വൃക്ഷത്തിന്, ദൈവസഭയ്ക്ക് ആവശ്യമാണ്, ഫലങ്ങളും ആവശ്യമാണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. വെറുതെ ഇല കാണാൻ വേണ്ടി മാത്രമല്ല ഒരു വൃക്ഷം ഉണ്ടാകും. ഫലമില്ലാത്ത വൃക്ഷങ്ങളുണ്ട്. ഞാൻ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫലം കായ്ക്കുന്ന കാര്യത്തിൽ ഈ തടിക്കും അതിന്റെ ശിഖരങ്ങൾക്കും ഒക്കെ ഒരു പങ്കാളിത്തമുണ്ട്. അതിന്റെ ഇലകൾ ആണ് അതിനെ കൂടുതൽ സഹായമായിരിക്കുന്നത്. ഒടുവിൽ അതിന്റെ ആത്യന്തിക ലക്ഷ്യം, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഈ ഫലങ്ങൾ കായ്ക്കുക.
നമുക്ക് ആത്മവരങ്ങൾ നൽകിയിട്ടുള്ളത് പോലെ ആത്മഫലങ്ങളും നൽകിയിട്ടുണ്ട്. അവർ തമ്മിലുള്ളതായ ഒരു വ്യത്യാസം കൂടെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അത് പറയാകട്ടെ എന്ന് ഞാൻ വിചാരിക്കാം. എന്താണ് ഈ വരങ്ങളും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിക്കവാറും നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ 9 വരങ്ങൾ ഒന്നുകൂടെ കഴിഞ്ഞ ആഴ്ച 3 വായിക്കുണ്ടായി. ബാക്കിയുള്ളത് നമ്മൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ 7 മുതലുള്ള വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. എന്നാൽ ഓരോരുത്തൻ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് പ്രകാശനം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ദാനങ്ങളിലൂടെയാണ്, വരദാനങ്ങളിലൂടെയാണ്. അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്, കോമൺ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും എല്ലാം നമുക്ക് ദൈവസഭയിൽ നൽകിയിരിക്കുന്നത് അവരവർക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ല. സാധാരണ ഭാഷയിൽ എന്ന് പറയുക ഷൈൻ ചെയ്യുന്നു, ഷൈൻ അതിനുവേണ്ടി. ഈ വരദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് ആർക്ക് കിട്ടിയോ അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരെ കൂടെ ഉൾപ്പെടുന്ന ഒരു പൊതു സദസ്സിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പാടാനുള്ള വരമാണ് ദൈവം നൽകിയിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് മ്യൂസിക്കിനുള്ളതായ വരമാണ് ദൈവം നൽകിയിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാനും ആൾക്കാരെ ആശ്വസിപ്പിക്കാനുള്ളതായ വരമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ, അത് അവരവർക്ക് മാത്രമല്ല, അവരവരും കൂടെ ഉൾപ്പെടുന്ന പൊതു സദസ്സിന് വേണ്ടിയാണ്, പൊതുസഭയ്ക്ക് വേണ്ടിയാണ്, കോമൺ ഗുഡാണ്, പൊതുപ്രയോജനം. എല്ലാവരും കൂടി ചേർന്ന് പൊതുപ്രയോജനം എന്ന് പറഞ്ഞത് പൊതുപ്രയോജനം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് എനിക്ക് ഓരോ ഗിഫ്റ്റുകൾ നൽകി, ഓരോരോ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് പൊതുസഭയുടെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. ഈ വരങ്ങളും ദാനങ്ങളും ഒക്കെ ദൈവം നൽകിയിരിക്കുന്നത് അത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. വരങ്ങൾ ഏത് വരം നമുക്ക് കിട്ടിയാലും അത് പൊതുസഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം നൽകപ്പെടുന്നു. വേറൊരുത്തനെ അതേ ആത്മാവിനാൽ വിശ്വാസവും, മറ്റൊരു അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. അപ്പോൾ നമ്മള് വിശ്വാസം വരെ പറഞ്ഞ വിശ്വാസികൾക്ക് വിശ്വാസം എന്ന് വരം ആവശ്യമുണ്ട് പരിഗണിച്ചാൽ ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും വിശ്വാസം എക്സസൈസ് ചെയ്യുന്നതും 2 കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തു വിശ്വാസികളാണ്. എന്നാൽ എല്ലാവർക്കും ഈ വരമായ വിശ്വാസം ഉണ്ടായിരിക്കണമെന്നില്ല. മലകളെ മാറ്റുവാനൊക്കെ വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ചിലര് ഭയങ്കര വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. ആ വിശ്വാസത്തിൽ അവർക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, ദൈവസഭയ്ക്ക് വേണ്ടി നേടിയെടുക്കാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അസാധ്യമായ കാര്യങ്ങളെ അവർ സാധ്യമാക്കിയെടുക്കുക. ഒരു ദൈവസഭയുടെ മൂലധനം എന്നാണ് ചോദിച്ചാൽ, ക്യാപിറ്റൽ എന്നാണ് ചോദിച്ചാൽ, അതിന്റെ ആസ്തി എന്നാണ് ചോദിച്ചാൽ, സമ്പത്ത് എന്നാണ് ചോദിച്ചാൽ, ആ ദൈവസഭയുടെ വിശ്വാസം. വിശ്വാസം ഇല്ലാത്ത സഭയിൽ കൊള്ളും. നമുക്ക് ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുകയും ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ്. പക്ഷേ വരം ലഭിച്ചവർ, വിശ്വാസം എന്ന വരം ലഭിച്ചവർ നമ്മേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ അത് എക്സസൈസ് ചെയ്യൂ എന്ന് വരും. ഇതിനകത്ത് പറയുന്നത് രോഗശാന്തിയുടെ വരം. 4ാമത് രോഗശാന്തിയുടെ വരം. അത് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. രോഗശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാൽ അത് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. രോഗശാന്തി എന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന രോഗശാന്തി ഈ ഔഷധ ഒരു മാധ്യമമാക്കാതെ, വിശുദ്ധന്മാരെ ഡോക്ടർമാരെ ഒരു മാധ്യമമാക്കാതെ ദൈവം നേരിട്ട് നൽകുന്നതായ സൗഖ്യമാണ്.
അതിന് രോഗശാന്തി നടക്കുമ്പോൾ അവിടെ മരുന്ന് ഔഷധങ്ങൾ ഒന്നും ആവശ്യമില്ല. അവിടെ ഒരു ഡോക്ടറുടെ സാന്നിധ്യം ആവശ്യമില്ല. ദൈവത്തെയാണ് നേരിട്ട് രോഗശാന്തി നടത്തിയത്. അതിനെ ഞാൻ സാധാരണ വിളിക്കുന്നത് മുമ്പേ പറഞ്ഞ പോലുള്ള ഒരു പേരാണ് നാച്ചുറൽ ഹീലിംഗ് ആൻഡ് സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് എന്ന് പറയും. അത് തമ്മിലുള്ള വ്യത്യാസം പിന്നാലെ നമ്മൾ പഠിക്കുന്ന ഈ സമയത്ത് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോരോ വരങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നൽകിയിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കണം. അത് സ്വീകരിച്ച് നമുക്ക് വേണ്ടിയല്ല, അവരവർക്ക് വേണ്ടിയല്ല, പൊതുസഭയുടെ നന്മയ്ക്ക് വേണ്ടി അത് എക്സസൈസ് ചെയ്യാൻ ശരിയായിരിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും കണ്ടറിയിക്കും. ദൈവം പിതാവേയും അവിടുന്ന് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങൾക്കായി സ്തുതിക്കുന്നു. അത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് മൂടിവെക്കാനല്ല, ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയല്ല, ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ദൈവസഭയുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ, പൊതു നന്മയ്ക്ക് വേണ്ടി, പൊതുപ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം പ്രാർത്ഥിക്കുന്നു. Please come forward.